ഹലോ ഗൈസ്, എൻ്റെ കുഞ്ഞുവാവ എൻ്റെ മടിയിലുണ്ട് കേട്ടാ. പൂച്ച കുഞ്ഞുവാവയില്ലേ ഗൈസ്, ഇതാ കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ കുഞ്ഞിക്കേക്ക് ഒരു പൂച്ച പിടിച്ചിട്ട് കടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഞാൻ മഞ്ഞൾ വെച്ച് കൊടുക്കുന്നതാണ് ഗൈസ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുവാവേനെ ഞാൻ മടിയിൽ കിടത്തിയിട്ടാണുള്ളത്. കുഞ്ഞുവാവേൻ്റെ കൈക്ക് ഒരു കുഞ്ഞി പൊട്ടുണ്ട്. അപ്പോൾ അതിന് കുന്നുവാവക്ക് ഞാൻ മഞ്ഞൾ വെച്ചിടാ കേട്ടാ. കുന്നുവാവ ഒന്നും കൊണ്ട് പേടിക്കണ്ടേ. കുന്നുവാവേൻ്റെ കുന്നിക്കൈക്ക് മഞ്ഞൾ വെച്ചിരുന്നുണ്ട് കേട്ടാ. എൻ്റെ കുന്നുവാവ പേടിക്കണ്ടേ. ഓ തക്കട് വാവേ ചെണ്ടപ്പോ കുന്നുവാവേ ഓങ്ങിക്കോ കേട്ടാ. ഞാൻ ഇതാ മഞ്ഞൾ വെച്ചിരുന്നുണ്ട്. കുന്നുവാവേൻ്റെ കുഞ്ഞിക്കൈ വേനി വെക്കുന്നുണ്ടാ. വലിയ പൂച്ചേനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ അവരടുത്ത് പോകാൻ പാടില്ല കുഞ്ഞുവാവ കേട്ടാ. കുഞ്ഞുവാവ കുഞ്ഞുവാവയല്ലേ. മറ്റേ കുഞ്ഞുവാവ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ കുഞ്ഞുവാവേനെ ഞാൻ പിടിച്ചിങ്ങ് കൊണ്ടുവന്നെയാണ് മഞ്ഞൾ വെച്ച് കൊടുക്കേണ്ടിയിട്ട്. കാണുന്നില്ലേ ഗൈസ്, മടിയിൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ട് കുഞ്ഞുവാവ. ഇതിങ്ങനെയാണ് എൻ്റെ മിഞ്ചി മോള് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിനെ കളിപ്പിക്കുക. ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ ഇതേപോലെ ഇതിങ്ങനെ ഇരുന്ന് തരും. ഇപ്പം കാണുന്നില്ലേ, ഇങ്ങനെ ഇരുന്ന് തന്നിട്ട് കാണുന്നില്ലേ, അതേപോലത്തെ പരിപാടിയാണ് ഇത്. അപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല ശരിക്ക് കാണിച്ചു തരുന്നാണെന്നില്ലേ. കുട്ടികളെ എടുത്ത പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് വാവോ കുഞ്ഞുവാവേ മഞ്ഞൾ എൻ്റെ മേലാക്കല്ലോ കുഞ്ഞുവാവേ മഞ്ഞൾ കറിയാവൂലേ. നമുക്കിനി വൈകുന്നേരം വെക്കാം കേട്ടാ. കുഞ്ഞിക്കുത്തക്കേടൊന്നും കച്ചറേ എന്നെ തന്നെ നോക്കൊന്നും വേണ്ട. ദോശയെല്ലാം തിന്നിട്ടില്ലേ ഇല്ലേ. കുഞ്ഞിക്കുത്തക്കേടൊന്നും കളിക്കാണ്ട് ഇങ്ങനെ കിടന്നോ കേട്ടാ. നല്ല കുഞ്ഞുവാവയായിട്ട് കുന്നിക്കൈയെല്ലാം നേടെ വെക്ക്. അതന്നെ ഒരു കുഞ്ഞുവാവേ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കുഞ്ഞുവാവക്ക് അങ്ങനെ ഞാൻ മഞ്ഞൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വേദന കുറഞ്ഞിനെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം അങ്ങനെ കയ്യിനെ കൊണ്ട് കളിക്കുന്നതാണെന്നില്ല. ഇന്നലെയെല്ലാം ഈ കൈ പിടിക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇന്നലെ വിചാരിക്കുന്നു മറന്നു പോകുന്നിട്ട് എന്നോട്. ഇന്നിപ്പം ഞാൻ ഓർമ്മിച്ച് മറ്റുള്ള പണിയെടുക്കുന്നതിനിടക്ക് വേഗം ഇട്ട് കൊടുത്തിയ. എൻ്റെ മുറ്റടിച്ച് വരലൊന്നും കഴിഞ്ഞില്ല കൈസിന്ന്. അപ്പോൾ അവിടെ അടുക്കളയിൽ തന്നെ കിട്ടി ഇന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഏതായാലും വെച്ച് കൊടുക്കാമെന്ന്. ഓ പോട്ട് പോയിടുന്ന അങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം അവിടെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പാവം വേദന അങ്ങ് കുറഞ്ഞോളുമല്ലോ. അതാണ് ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇട്ടിന്. ചെറിയൊരു പൊട്ട് അത്രയേ ഉള്ളൂ. എന്നാലും അത് കാണുമ്പോൾ കാലിന് ചെറിയൊരു വണ്ണം ഉണ്ടായിരുന്നു. ഇന്നേക്കിപ്പം കുറച്ച് കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഒരു കുന്ന് കൈക്കെല്ലാം പതുക്കെ പറ്റിയപ്പാ. ഒരു കുന്ന് കൈക്കെല്ലാം പതുക്കെ പറ്റി. ഒരു കുന്നുവാവേൻ്റെ കുന്ന് കൈക്കെല്ലാം പതുക്കെ പറ്റി. സാരമില്ല, നമുക്കതെല്ലാം സുഖമാവും കേട്ടാ. എല്ലാം ആടുമ്പോൾ സുഖമാവും കുഞ്ഞുവാവേ, ആടുമ്പോൾ സുഖമാവും കേട്ടാ. ഇതൊന്നിങ്ങനെ കോട്ടുവായിട്ടോണ്ടിരിക്കുന്നു. എന്ത് പറ്റി? പുറത്തിറക്കണം അതിനെ. അടിപൊളിയായിട്ട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം ആ പൊട്ടിനൊരു ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇവിടെയാ കടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടില്ലേ പാവത്തിന്. സാരമില്ല കേട്ടാ. എന്ത് ചെയ്യാനാ, രാത്രിയാകുമ്പോൾ ഇങ്ങനെയാണ്. ഇന്നലെ ഇയാൾ പുറത്തും മറ്റേയാൾ അകത്തുകയും. ഇവർ രാത്രിയാകുമ്പോൾ ഏടിയാ പോയി കിടക്കുന്നതെന്ന് ഞാൻ കാണൂല നോക്കുമ്പോൾ. ഇന്നലെ ഒരാൾ അടുക്കളയിൽ തന്നെ കിടന്നതിന്, മറ്റേയാൾ ഇത് പുറത്തേനും തോന്നി. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പം ദോശ തിന്നാൻ വേണ്ടി വന്നതാ. ദോശയും കൊടുത്ത് അതും തിന്ന് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചവിട്ടിയിൽ കിടന്നിട്ടേനും ഉള്ളതിന്
നടന്ന് ഞാൻ ഒരാളെയും എടുത്തു കൊണ്ടുവന്നു. മറ്റേ ആളാടെ തന്നെ ഉണ്ട്. അയാൾ നല്ല ഉറക്കാന്ന്. അയാൾ അറിഞ്ഞിട്ടില്ല ഇവരിങ്ങ് വന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇതിനെ ഏതായാലും ശരിയാക്കി കൊടുക്കട്ടെ. എന്നിട്ട് കൊതുകും വരുന്നുണ്ടാ കടിക്കാൻ. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഗൈസ്. കുഞ്ഞു വാവക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്ന വീഡിയോ. ഇത് ചിലപ്പോൾ ഇനി നേരെയാവുമായിരിക്കും നാളേക്ക്. വെടിക്കൽ വൈകുന്നേരം ഒരിക്കലും കൂടി കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പം എല്ലാം കണ്ടീഷൻ ആവുമായിരിക്കും അല്ലേ? അതെ. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞു വാവ. കാണുന്നില്ലേ? കുഞ്ഞു മക്കൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നതാണെന്നില്ലേ? കുഞ്ഞു വാലെല്ലാം ഇങ്ങനെ ആട്ടിക്കൊണ്ട് കുഞ്ഞു കുത്തക്കേട് കാണുന്നില്ലേ? കുഞ്ഞാവേ കുഞ്ഞാവേ ഇങ്ങനെയാക്കുമ്പോൾ കുഞ്ഞുവാവക്ക് നല്ല സുഖമാണെന്ന് തോന്നുന്നുണ്ട്. കുഞ്ഞുവാവക്ക് ഇങ്ങനെ തടയി കൊടുക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് കുഞ്ഞുവാവേ കുഞ്ഞുവാവേ ഉറങ്ങിപ്പോയാ? എന്നാൽ ഞാനങ്ങ് അതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോയി കിടത്താട്ടാ. എന്നിട്ട് ഞാനിനി എൻ്റെ പണിയെടുക്കട്ടെ. കുഞ്ഞുവാവേ ചെണ്ടപ്പ ഒന്നിക്കോട്ട് പോകാമെന്ന് വിടല്ലപ്പ. അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. എൻ്റെ കുഞ്ഞു സുന്ദരിയോ സുന്ദരി ഞാൻ തോന്നുന്നുണ്ട്, സുന്ദരനല്ലാന്ന് തോന്നുന്നുണ്ട്. ചുന്ദരി പെണ്ണെന്നെ ഇത്, ചുന്ദരി പെണ്ണ്. വാവയിനെന്തോ പേര് വിളിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ചുക്കുടൂ കുക്കുടൂ എന്നെല്ലാം വിളിച്ചിട്ട് വിളിക്കും. എന്നാ പേര് എന്ന് ശരിക്കും എനിക്കറിയില്ല. ഞാൻ ചുക്കുടൂ കുക്കുടൂ എന്നെല്ലാം വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും. ചുക്കുടൂ ഊഞ്ഞിക്കുടൂ കുന്നുകുടൂ കുന്നുവാവേ. കണ്ടല്ല നല്ല സുഖസുന്ദരമായിട്ട് നോക്കുന്നതാണെന്നില്ലേ? ഓള് കുന്നുവാവേ എഞ്ഞെപ്പിടൂ ഒടു കുന്നി ഉവാവ് വന്നിനാ ചാടൂലേ? നമുക്ക് മാറ്റാതല്ല, ചാടൂല, പോയിക്കോളും കേട്ടാ. അപ്പോൾ ഗൈസ് ഞാനപ്പോൾ വീഡിയോ ഏതായാലും നിർത്തുന്നതാണ്. കുഞ്ഞുവാവേൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇവർ രണ്ടാളും എപ്പോൾ ഒരുമിച്ചേ നിൽക്കും ഗൈസ്, ഒറ്റക്കൊറ്റക്ക് നിൽക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് വേറെ വേറെ ആകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. ഞാനായിട്ട് പിന്നെ അവരെ ഇങ്ങനെ വേർപെടുത്തുന്നത് ശരിയില്ലല്ലോ. അതുകൊണ്ട് രണ്ടാളും അടുത്തടുത്ത് തന്നെ പോയിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. പാവങ്ങൾ നല്ല സുഖസുന്ദരമായിട്ടുള്ള ഉറക്കാണ്. അപ്പോൾ ബായ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.